അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കട്ട് നോർമലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈ ഒരു ജംപറിങ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്താണ് യൂസ് ചെയ്യാൻ. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ അറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ, അതാ ഈ ഒരു അറ്റം, അതിൻ്റെ അടുത്ത റിങ് കണ്ടോ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന സെയിം റിങ്ങിൻ്റെ അതേ ഭാഗത്ത് തന്നെ വേണം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെയാണ് എൻഡ്, ഇതിൻ്റെ ഈ എൻഡിൻ്റെ നേരെ മുകളിൽ. അപ്പോൾ നമുക്കൊരു പീസ് കിട്ടി. നമ്മൾ ജംപറിങ് യൂസ് ചെയ്യുമ്പം ഇത് അകത്തിയിട്ട് വേണം നമ്മൾ ബീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പം എല്ലാവരും നേരെ ജസ്റ്റ് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ വലിക്കരുത്. അങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ജോയിൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇത് അടർത്തുമ്പോൾ അതാ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സൈഡ് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. അതാ ഇങ്ങനെ, അല്ലാതെ നേരെ രണ്ട് സൈഡിലേക്ക് വലിച്ചു കൊടുക്കരുത്. ഇനി നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തോട്ടും ഇത് ഈ ഭാഗത്തേക്കും വലിച്ചു കൊടുക്കുക ഇങ്ങോട്ട്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, അകത്തി എടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നതും ഇങ്ങനെ തന്നെ ആവണം. ജംപറിങ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇതിനൊക്കെ നമ്മൾ ഈ പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൈകൊണ്ട് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ബീഡ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിലൊരു ഹാങ്ങിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ അകത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഹാങ്ങിങ് ആയി കിടന്നു ഉണ്ടോ. നമ്മളിത് ക്ലോസ് ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ് ഉണ്ടോ, ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നമ്മൾ ടൈറ്റ് ആക്കാനൊക്കെ ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഹാങ്ങിങ് ആയി കിടന്നു കേട്ടോ. ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നേരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും റിങ്സ് കിട്ടി നമുക്ക്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ അകത്തി കൊടുത്താൽ മതി. ഒരുമിച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും ഓരോന്നോരോന്ന് കട്ട് ചെയ്യുകയാണ് നല്ലത്. അപ്പോഴാണ് നല്ല നീറ്റായിട്ടിരിക്കുക. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ആകുമ്പോൾ ശരിയാവും. ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ. ക്ലിയർ ആവുന്നില്ല. ഇങ്ങനെയാണ് അകത്തി എടുക്കേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്യൽ ഇങ്ങനെ, അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കരുത്. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങോട്ട് വലിക്കരുത് കേട്ടോ. ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ഐപ്പിനെ വെച്ചിട്ട് ലൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം കേട്ടോ. ഐപ്പിന് ജസ്റ്റ് നമ്മളൊരു ബീഡ്സ് ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത്ത് വേണ്ട, ഈ ഒരു ബോൾ മാത്രം ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. പിള്ളേർക്ക് നമുക്ക് ആദ്യം പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നെ അതിങ്ങനെ ചെയ്ത് ചെയ്ത് ശീലമായിക്കോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പ്രസ്സിങ് പ്ലെയർ വെച്ചിട്ടാണ് നമ്മളിത് വളച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഇതാ ഇതിൻ്റെ എന്താ പറയുക, അറ്റം ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വീണ്ടും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് താഴോട്ട് ആക്കി കൊടുക്കുക. ഇത്രയും. എന്നിട്ട് നമുക്കിതൊന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ നോസ് പ്ലെയർ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാ പ്ലെയർ വെച്ചിട്ടും ചെയ്യുന്ന സംഭവങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. റൗണ്ട് ചെയ്യുന്നതിനാണ് നോസ് പ്ലെയർ നോർമലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും, അതുപോലെ വളച്ചെടുക്കാൻ പറ്റും, നമുക്ക് നിവർത്താൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയില്ലേ. നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇതിന് കൂടെ വന്ന ഈ പിന്നിൻ്റെ ഈ ഒരു ഭാഗം പോലെ തന്നെ ഈ സൈഡും ആയിട്ടുണ്ട്. നമുക്ക് ഇനി ലോക്ക് ചെയ്ത് ഒരുപാട് ബീഡ്സൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇതിലൊരു ഇയറിങ്സ് ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം.